Hello students, welcome back to Bosco Campus Vision. In the previous sessions, we were discussing about student seminars as a method of learning business information. So with this session, we are moving on to the last part on the topic methods and techniques of learning business information. So in this session, we will look into some of the main methods, that is conferences and symposiums, case studies and project report. So the first one is conference and symposiums. A conference refers to a formal meeting where participants exchange their views on various topics. Conference can take place in different fields and it need not be academic in nature all time. സോ കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. കുറേ ആൾക്കാർ ഗ്യാദർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ പല ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള അവരുടെ വ്യൂസും ഐഡിയാസും തോട്ട്സും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഫോർമൽ മീറ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ പലതരത്തിലുള്ള കോൺഫറൻസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പേരൻറ് ടീച്ചർ കോൺഫറൻസ് ഉണ്ട്, കോൺഫറൻസ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, സ്പോർട്ട് കോൺഫറൻസസ് ഉണ്ട്, ട്രേഡ് കോൺഫറൻസ് ഉണ്ട്, കോൺഫറൻസ് ഓഫ് ജേർണലിസ്റ്റ് ഉണ്ട്. സോ ഇവർ ഓരോ ഫീൽഡിലും ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫറൻസസ് കൂടുന്നത്. So a conference is a meeting that has been pre-arranged and involves consultation and discussion on a number of topics by the delegates. സോ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല കോൺഫറൻസസ് എന്ന് പറയുന്നത്, അത് പ്രീ അറേഞ്ച്ഡ് ആണ്. സെമിനാറും വർക്ക്ഷോപ്സും പോലെയൊക്കെ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അതിൽ പല ഇമ്പോർട്ടൻ്റ് പേഴ്സൺസും ഡെലിഗേറ്റ്സും ഡിഗ്നറ്ററീസും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 2-3 ഡേയ്സ് ഒക്കെ നീണ്ടു പോകുന്ന വലിയ കോൺഫറൻസസും ഒക്കെ നടത്താറുണ്ട്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരുന്ന കാര്യമായിരിക്കത്തില്ല. സോ അത് നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യും. അങ്ങനെ 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു വീക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന കോൺഫറൻസസ് ഉണ്ട്. സോ ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കോൺഫറൻസ് വി കം ടു നോ ഓർ വി കം ടു ലേൺ more and more about a particular topic or about various topics. So the next one is symposiums. A symposium is a formal gathering in an academic setting where participants are experts in the fields. These experts present or deliver their opinions or viewpoints on a chosen topic of discussion. സോ കോൺഫറൻസ് പോലുള്ള ഒരു ഫോർമൽ ഗ്യാതറിങ് തന്നെയാണ് സിംപോസിയം എന്ന് പറയുന്നത്. ഇവിടുത്തെയും പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ആ ഫീൽഡുകളിലുള്ള എക്സ്പേർട്ടുകളാണ്. ഇപ്പോൾ സ്പോർട്സ് കോൺഫറൻസ് ആണെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സ്പോർട്സിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഡിഗ്നിറ്ററീസ് ആയിരിക്കും. ഡോക്ടേഴ്സ് കോൺഫറൻസ് ആണെങ്കിൽ അതിൽ ടോപ്പ് ലെവലായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂലി ജോയിൻ ചെയ്ത അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ടാവും. സോ ഇവർ തമ്മിലുള്ള ഒരു ഫോർമൽ ഗ്യാതറിങ്ങും അവരുടെ ഐഡിയാസും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിംപോസിയം എന്ന് പറയുന്നത്. And it would be correct to label a symposium as a small-scale conference as a number of delegates is smaller. സോ സിംപോസിയത്തിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ലേബൽ എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ കോൺഫറൻസ് ആണ്. ബിക്കോസ് ഇവിടുത്തെ ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്. ഒരു കോൺഫറൻസ് മീറ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മച്ച് സ്മോളർ ആണ്. And the chief characteristic of symposium is that it covers a single topic or subject and all lectures given by the experts are completed in a single day. സോ ഒരു കോൺഫറൻസിൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിനെയോ ടോപ്പിക്കിനെയോ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ സിംപോസിയത്തിൽ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ടോപ്പിക് അല്ലെങ്കിൽ സിംഗിൾ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഡിസ്കഷൻ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ തന്നെ ക്ലോസ് ചെയ്യും. അത് നെക്സ്റ്റ് ഡേയിലോട്ട് കണ്ടിന്യൂ ചെയ്യില്ല, ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ തന്നെ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ ഇതുപോലെ കുറച്ച് ഡെലിഗേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സിംഗിൾ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ആ സിംഗിൾ ഡേയിൽ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സ്മോൾ സ്കെയിൽ കോൺഫറൻസിനെയാണ് നമ്മൾ സിംപോസിയം എന്ന് പറയുന്നത്. സോ ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിലും ഇതൊരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് സിംപോസിയംസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജും പല എക്സ്പേർട്സിൻ്റെ നിന്ന് നമുക്ക് ലഭിക്കും. സോ കോൺഫറൻസസ് ആൻഡ് സിംപോസിയംസ് ആർ കൺസിഡർഡ് ടു ബി അനദർ മേജർ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഇസ് കേസ് സ്റ്റഡി. Case study is a method of analyzing the life of a social unit in which the unit may be a person or a family or an institution or an organization or even a community.
It means an in-depth examination or investigation of a single instance, event, or a case instead of using large samples and adopting a series of complicated procedures to study a subject. സോ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ യൂണിറ്റിൻ്റെ ലൈഫ് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഈ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം, ഒരു ഫാമിലി ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഈവൻ ഒരു കമ്മ്യൂണിറ്റി തന്നെ ആവാം. സോ ഇവരുടെ ഡേ ടു ഡേ ലൈഫും ആക്ടിവിറ്റീസും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു വാസ്റ്റ് മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇവരിൽ ഏത് സോഷ്യൽ യൂണിറ്റിനെ ആണെങ്കിലും അവരെ ഒരു ഇൻഡെപ്ത് എക്സാമിനേഷനും ഇൻവെസ്റ്റിഗേഷനും നടത്തുക, ആ ഒരു സിംഗിൾ സോഷ്യൽ യൂണിറ്റിനെ സെലക്ട് ചെയ്ത് അവരെ കേന്ദ്രീകരിച്ചുള്ള ഇൻഡെപ്ത് എക്സാമിനേഷനും ഇൻവെസ്റ്റിഗേഷനും നടത്തുക, അതാണ് ഒരു കേസ് സ്റ്റഡിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കുറേയധികം ലാർജ് സാമ്പിൾസ് എടുക്കാതെ അല്ലെങ്കിൽ പല കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സ്റ്റഡി ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള സിക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ, സിക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ പ്രവർത്തിക്കാത്ത ഇൻഡസ്ട്രീസ് ആണ്. സോ ഈ ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ എത്ര ഇൻഡസ്ട്രീസ് കേരളത്തിൽ അങ്ങനെ ഉണ്ട്, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു ഓവറോൾ സ്റ്റഡി നമ്മൾ ആദ്യം നടത്തണം. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി സെലക്ട് ചെയ്തിട്ട് എല്ലാ ഇൻഡസ്ട്രീസിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ ഇൻഡസ്ട്രി വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റഡി നടത്താം. ബിക്കോസ് സംഭവം എല്ലാ ഇൻഡസ്ട്രീസിനെയും എഫക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് തന്നെയായിരിക്കും. സോ എല്ലാ ഇൻഡസ്ട്രീസും കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് അതിലൊരു ഇൻഡെപ്ത് എക്സാമിനേഷനും ഇൻവെസ്റ്റിഗേഷനും നടത്തി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് എല്ലാ ഇൻഡസ്ട്രീസും പഠിക്കുന്നതിന് തുല്യമാണ്. സോ വളരെയധികം കോംപ്ലിക്കേഷൻസും ഇല്ല, ലാർജ് സാമ്പിൾസിൻ്റെ ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഒരു കേസ് സ്റ്റഡിയിലൂടെ ഫുൾ ഇൻഫോർമേഷനും കളക്ട് ചെയ്യാനായിട്ടും സാധിക്കും. And the important sources in which information collected in a case study are personal documents, life history, etc. സോ കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചുള്ള അവരുടെ ലൈഫ് ഹിസ്റ്ററി ആവാം. സോ പ്രൈമറി ഡേറ്റ ആസ് വെൽ ആസ് സെക്കൻഡറി ഡേറ്റയുടെ കളക്ഷൻ കേസ് സ്റ്റഡിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ വളരെ എഫക്റ്റീവായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ കേസ് സ്റ്റഡി ഈസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ മെത്തേഡ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ ഇസ് പ്രോജക്റ്റ് റിപ്പോർട്ട്സ്. Field investigation and case study end at reporting the study results or findings. For reporting, detailed project reports are prepared by the scholars based on the areas covered in the study. സോ ഈ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെയിം അല്ല, പക്ഷേ ചില സിമിലാരിറ്റീസ് ഉണ്ട്. സോ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആയാലും കേസ് സ്റ്റഡി ആയാലും എൻഡ് ചെയ്യുന്നത് റിപ്പോർട്ടിങ്ങിലാണ്. അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങളും സൊല്യൂഷൻസും എല്ലാം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാക്കി തയ്യാറാക്കിയാണ് അവർ ഫയൽ ചെയ്യുന്നത്. സോ സ്കോളേഴ്സ് ആണെങ്കിലും റിസർച്ചേഴ്സ് ആണെങ്കിലും ആരാണോ ആ ഒരു ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ഫൈൻഡിങ്സ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാക്കി അവർ തയ്യാറാക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ത്രൂ എ ഫീൽഡ് സ്റ്റഡി ഓർ കേസ് സ്റ്റഡി. സോ അവർ അതിൽ നിന്നും കണ്ടുപിടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സ് പ്രോപ്പറായിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ പിന്നീട് ആ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അതൊരു സെക്കൻഡറി ഡേറ്റ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് എ ബെസ്റ്റ് വേ ടു ലേൺ ബിസിനസ് ഇൻഫർമേഷൻ. ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണെങ്കിൽ അത് പിന്നീട് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. And the main contents of a typical project report are the title, introduction of the topic, problem of study, objectives, methodology, main body of the report, findings and conclusion. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ടൈറ്റിൽ ഉണ്ടാവും, ആ ഒരു ടോപ്പിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പ്രോബ്ലം ഓഫ് ദ സ്റ്റഡി ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റഡി നടത്തിയത്, മെത്തഡോളജി അവരുപയോഗിച്ച പലതരം റിസർച്ച് മെത്തേഡ്സും പ്രൊസീജിയേഴ്സും, മെയിൻ ബോഡി ഓഫ് ദ റിപ്പോർട്ട് അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ നൽകുന്ന ഒരു മെയിൻ ബോഡി, പിന്നെ അതിൻ്റെ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. എന്താണ് അവരതിൽ നിന്ന് മനസ്സിലാക്കിയത്, എന്താണ് അവരുടെ ഫൈൻഡിങ്സ്, അതുപോലെ എങ്ങനെയാണ് അവരത് നിർത്തിയത്, കൺക്ലൂഡ് ചെയ്തത് എന്നുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഫൈൻഡിങ്സിലും കൺക്ലൂഷനിലും നൽകുന്നത്.
So these are the main components or the contents of a typical project report. So as these project reports are prepared by various researchers and scholars, these can be used as an important resource for learning business information and for further researches and findings. So in this session we discussed the concepts of conferences and symposiums, case studies and project reports. All these are the very popular and the major methods for learning business information. Hope all are clear with the topic. Thank you.